അരിക്കൊമ്പനെ പിടിക്കുന്നതായിരുന്നു. മറ്റേ കോളറൊക്കെ വിദ്യയുടെ ദേഹത്തിന് പിടിപ്പിച്ചു വിട്ടാൽ വിദ്യ എങ്ങോട്ടാണ് പോകുന്നത് സർക്കാരിന് പെട്ടെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു അടുത്ത ദിവസം തന്നെ വിദ്യയെ പിടിക്കാൻ പോയ വക 80 ലക്ഷം 90 ലക്ഷം എന്ന് പറഞ്ഞ സർക്കാർ ഒരു പദ്ധതി എഴുതി വിടാനും കൂടെ സാധ്യതയുണ്ട്. അതിനെ കൂടെ നമ്മൾ ഭയപ്പെടണം. വിദ്യ ആർഷോയുടെ സംരക്ഷണത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. SFIയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ വളരെ കൃത്യമായ നിയന്ത്രണവും സഹായവും അവർക്ക് കിട്ടിയിട്ടുണ്ട്. കാര്യം കേരള പോലീസ് നമ്പർ വൺ എന്ന് പറയുന്ന പോലീസിന് വിദ്യ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരിയെ പിടിക്കാൻ 15 ദിവസം എടുത്തെങ്കിൽ ഒന്നെങ്കിൽ ഇവർ ഈ പണി നിർത്തി ഇപ്പൊ കേരള പോലീസ് പണി നിർത്തി വേറെ എന്തെങ്കിലും പണിക്ക് പോകണം. ഏറ്റവും ബെസ്റ്റ് പണി അവർക്ക് പിണറായി വിജയൻ വരുമ്പോൾ വഴിയിൽ ഈച്ചയുണ്ടോ പൂച്ചയുണ്ടോ എന്ന് നോക്കാൻ പോകുന്നതായിരിക്കും. കാര്യം 15 ദിവസമായിട്ട് ഒരു തട്ടിപ്പുകാരിയെ പിടിക്കാൻ അവർക്ക് പറ്റിയിട്ടില്ലെങ്കിൽ സ്വപ്ന പോലീസിന് എത്രയോ പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്തത്. വിദ്യ പാർട്ടിയുടെ സംരക്ഷണത്തിലായിരുന്നു, പാർട്ടി ഗ്രാമങ്ങളിലായിരുന്നു എന്ന് പോലും അന്വേഷിക്കേണ്ടതായി വരും. ഇത്രമാത്രം വലിയൊരു തട്ടിപ്പ് നമ്മുടെ പൊതു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ തന്നെ ഇല്ലാതാക്കി കളയുന്ന രീതിയിലുള്ള ഒരു തട്ടിപ്പ് നടന്നിട്ട് പോലീസിന് ഈ 15ാമത്തെ ദിവസം എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? കോടതിയുടെ ഇടപെടൽ ഉണ്ടാവും. നാളെ ഈ വിഷയം കോടതി വന്നു കഴിയുമ്പോൾ കോടതി കൃത്യമായി സർക്കാരിന്റെ മുഖത്തടിക്കുന്ന പോലെയുള്ള പരാമർശങ്ങൾ ഉണ്ടാവും എന്നുള്ള പേടിയുള്ളത് കൊണ്ടാണ്. രണ്ട്, ഇനി അവരെ പിടിച്ചിട്ട് എന്ത് കാണിക്കാനാണ്? ഒരു പ്രയോജനം ഉണ്ടാവില്ല. കാര്യം തെളിവ് നശിപ്പിക്കാനുള്ള എല്ലാ അവസരവും അവർക്ക് കിട്ടിക്കഴിഞ്ഞു. തെളിവ് നശിപ്പിക്കാൻ, സാക്ഷികളെ സ്വാധീനിക്കാൻ, ബാക്കി എല്ലാം ചെയ്യാനുള്ള സാധ്യത, അവസരം ഒക്കെ വിധിക്ക് ഉണ്ടാക്കി കൊടുത്തു. കോടതിയിൽ ഈ കേസ് നിൽക്കാൻ പോകുന്നില്ല. എത്ര വലിയ FIR ഇട്ടെന്ന് പറഞ്ഞാൽ പോലും ഇത് കോടതിയിൽ വാലിഡ് ആവില്ല. കാര്യം വിദ്യ തന്നെ ഒളിവിൽ പോകുന്നതിന് മുമ്പ് പറഞ്ഞല്ലോ എനിക്ക് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലാന്ന്. അത് തന്നെ തള്ളി പറഞ്ഞല്ലോ. അപ്പൊ അവരുടെ ഡിഫൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ലേ? കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് അവര് ഇതിനോടകം തന്നെ ഇല്ലാതാക്കി കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇല്ലാതാക്കി കളയാൻ, തെളിവ് നശിപ്പിക്കാൻ, സാക്ഷികളെ സ്വാധീനിക്കാൻ സർക്കാർ 15 ദിവസം 14 ദിവസം 15 ദിവസത്തോളം വിദ്യക്ക് അവസരം ഉണ്ടാക്കി കൊടുത്തു. ഇനി വിദ്യയെ പിടിച്ചെന്ന് പറഞ്ഞ് പൊൻതൂവൽ എന്ന് പറഞ്ഞുകൊണ്ട് കിരീടവും വെച്ചുകൊണ്ട് നടക്കാം എന്നതിനപ്പുറത്തേക്ക് കോടതി വിധിക്കെതിരെ ഈ കേസ് വാലിഡ് ആയി നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. നിയമ വിദ്യാർത്ഥിയുടെ കണ്ണിലാണ് ഞാൻ പറയുന്നത്. കോൺഗ്രസ് വക്താവ് എന്നതിനപ്പുറത്ത് ഇത് നിൽക്കാൻ സാധ്യതയില്ല. അത്രമാത്രം സാധ്യതകൾ, അത്രമാത്രം എന്താണ് പറയുന്നത്, ഈ കേസിനെ അട്ടിമറിച്ച് കളയാനുള്ള സാധ്യതകൾ, അവസരങ്ങൾ വിദ്യക്ക് ഉണ്ടാക്കി കൊടുത്തത് ഈ സർക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇതുകൊണ്ടൊന്നും കോൺഗ്രസിന്റെ പ്രതിഷേധം, സമരം, KSUവിന്റെ സമരം ഒന്നും തീരുമെന്ന് ഇവർ പ്രതീക്ഷിക്കേണ്ട. ഇവരേത് വഴി അടച്ച് വിദ്യക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്താലും ആ വഴിയിലൊക്കെ KSUവിന്റെ കൊടിയും യൂത്ത് കോൺഗ്രസിന്റെ കൊടിയും ഉണ്ടാവും എന്നതിൽ സംശയിക്കേണ്ട. വസന്ത്, അതുപോലെ തന്നെ ഇപ്പോൾ നിഖിലും ഒളിവിൽ പോയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അദ്ദേഹത്തെ നേരത്തെ തന്നെ പാർട്ടിയിൽ ഈ സംഘടനയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അതായത് അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണോ അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോയത്? എന്താ സംശയമുള്ളത്? ഈ ആലിബാബയെ 40 കള്ളന്മാരും എന്ന് പറയുന്നതിൻ്റെ അകത്ത് ആർഷോയും 40 കള്ളന്മാരുമാണ് ഇപ്പൊ KSFIയുടെ സംസ്ഥാന കമ്മിറ്റി എന്ന് പറയുന്നത്. ആർഷോ പിടികിട്ടാ പുള്ളിയായിട്ട് കേരള സർക്കാർ പ്രഖ്യാപിച്ച സമയത്താണ് മന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്. ലാസ്റ്റ് ഹൈക്കോടതിക്ക്, അങ്ങേക്ക് തന്നെ അറിയാമല്ലോ, ലാസ്റ്റ് ഹൈക്കോടതിക്ക് ചോദിക്കേണ്ടി വന്നു, ഇത് ആർഷോ എവിടെയുണ്ടെന്ന് നിങ്ങൾക്കറിയില്ലേ? കേരള പോലീസിനോട് ചോദിച്ചു. ഉടനെ പോലീസിന്റെ വക്കീൽ പറഞ്ഞില്ല അദ്ദേഹം പിടികിട്ടാ പുള്ളിയാണ്. ഉടനെ കോടതി പറഞ്ഞു ഇതാ ഇന്ന മന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്, പോയി പിടിച്ചോണ്ടവരെ. കോടതി പറഞ്ഞു കൊടുത്തു ആർഷോ എവിടെയാണുള്ളതെന്ന്. അപ്പോ വെള്ളി വെളിച്ചത്തിൽ നടന്നുകൊണ്ടിരുന്ന ആർഷോയെ പോലും പിടിക്കാൻ വേണ്ടി ഈ പറയുന്ന കേരള പോലീസിന് എത്ര സമയമെടുത്തു? അപ്പൊ ഈ നിഖിൽ തോമസ് പോവും, അടുത്ത ദിവസം ആർഷോ പോവും. ഇങ്ങനെ തട്ടിപ്പ് കേന്ദ്രമായി SFIയുടെ സംസ്ഥാന കമ്മിറ്റി മാറിയിട്ടുണ്ട്. ആ സംസ്ഥാന കമ്മിറ്റിയിലുള്ളവരെല്ലാം ആലിബാബയും 40 കള്ളന്മാരും എന്നതുപോലെ തുല്യരാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസമാണല്ലോ ഈ ആർഷോയുടെ സംസ്ഥാന കമ്മിറ്റിയും ചേർന്ന് ഈ നിഖിൽ തോമസ് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടില്ലെന്നും ഞങ്ങളത് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. ആരോടാണ് പറയുന്നത്? നിഖിൽ തോമസിനോട് വിശദീകരണം ചോദിക്കുന്ന ആർഷോ ആണ്. ഉടനെ നിഖിൽ ചോദിക്കും സഹാവൻ എങ്ങനെ എന്നോട് വിശദീകരണം ചോദിക്കാൻ പറ്റും? കാര്യം സഹാബ് ഈ വിഷയത്തിൽ പ്രതിയാണല്ലോ ഇങ്ങനത്തെയുള്ള വിഷയങ്ങളിൽ. ഉടനെ ആർഷോ പറയും എങ്കിൽ ഒരു കാര്യം ചെയ്യും, നമുക്ക് വിദ്യക്ക് വിടാം. അപ്പൊ വിദ്യ ഈ വിഷയം എടുത്ത് പഠിക്കും. അപ്പം വിദ്യയോട് ഇവർ ചോദിക്കും സഹാബ് വിദ്യക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും? കാര്യം വിദ്യ ഇങ്ങനത്തെ ഇതിനേക്കാളും വലിയ വിഷയത്തിൽ പ്രതിയാണല്ലോ. ഉടനെ ഷാഹിദ കമാലിന് വിടും. ആരാണ് ഷാഹിദ കമാൽ? കള്ള PhD എടുത്ത ആളാണ്. അപ്പം ഇങ്ങനെ ഘട്ടമായി ബാലവേദി തൊട്ട് SFI വഴി DYFI വഴി CPM വരെയുള്ളവർ എല്ലാവരും തന്നെ വ്യാജ സർട്ടിഫിക്കറ്റുകളാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല.